പീഡിപ്പിക്കാൻ നടക്കുക ബിജുപി. പീഡിപ്പിക്കാൻ നടക്കുക ബിജുപി. കോടതി വഴി ബന്ധം ഒഴിയാനെ പേര് തിരക്കുക. സുബ്രഹ്മണ്യൻ അവൻ ആരാന്നാ? കോടതി വഴി ബന്ധം ഒഴിഞ്ഞ അവന്റെ പേര് പറയാൻ നീ ആരാടാ? ബിജുപി കോടതി വഴി ബന്ധം ഒഴിഞ്ഞ അവനെ എടുക്കാനല്ല, അവനെ എന്നേക്കുമായിട്ട് വന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടതാ. അവൻ തന്നെ ഓടിപ്പോയതാ എങ്ങാണ്ട് കേട്ട കഴിയുമ്പോ. അവൻ വിചാരിച്ച് എന്നെ അങ്ങ് വക വെച്ചേച്ച് വിട്ട് എല്ലാം കൂടെ അങ്ങ് ചിലരെയൊക്കെ കെട്ടി എല്ലാം കൂടെ എടുത്തങ്ങ് കൊടുക്കാമെന്ന് അവൻ വിചാരിച്ചത്. ഒന്നും നടന്നില്ല. അതുകൊണ്ട് അവന്റെ സ്വത്തുക്കളെല്ലാം വിറ്റേച്ച് നടക്കുക. സ്വത്തുക്കളെല്ലാം ഇങ്ങനെ വിറ്റേച്ച് നടക്കുക. ഇപ്പൊ വിറ്റേച്ച് ഇൻഷുറൻസ് ഒക്കെ അടിച്ച് നടക്കുക. ഇൻഷുറൻസ് അടിച്ച് നടക്കുക ഇൻഷുറൻസ് അടിച്ച് അവരുടെയൊക്കെ പെണ്ണുങ്ങളെ വേദിനാട്ടൊക്കെ ഇതാക്കി നടക്കുക. ഇൻഷുറൻസ് എല്ലാം മാറ്റി നടക്കുക. നമുക്ക് ഇതിനെ കുറിച്ച് പറയുന്ന എല്ലാവരും കേൾക്കണം. കോടതിയിലുള്ളവന്മാരെല്ലാം നല്ലപോലെ പറയുന്നുണ്ട് ഇവന്റെ കഥകൾ. ഇതിന്റെ കൂടെ ഉള്ള കുറെ അമ്മമാരുടെ കഥകൾ. രതീഷ് വക്കീലിന്റെ കഥ. പിന്നെ ആരാ ചൂവാറില്ല ഏതാന്ന് അവൻ പോയെന്ന് ഓടിപ്പോയെന്നാണ് കുറെ അമ്മമാരുടെ കഥകൾ പറയുന്നുണ്ട്. എങ്ങാണ്ട് വേറെങ്ങാണ്ട് കേസ് നടത്താൻ തമിഴ്നാട്ടിലെങ്ങാണ്ട് പോയി കുറെ പറ്റിച്ചതോ പറിച്ചതോ കേസാണോ ഏതാണ്ടല്ലോ കുറെ നടക്കുകയും തമിഴ്നാട്ടുകാരെ എല്ലാം പിടിച്ചിങ്ങനെ നടക്കുക. അമ്മമാർക്ക് കുറെ തമിഴ്നാട്ടുകാരെ അറിയാം. നമ്മള് ഡൽഹിയിൽ നിന്നപ്പോ കുറെ തമിഴ്നാട്ടുകാരെ കൊണ്ട് കുറെ പീഡിപ്പിക്കാൻ നോക്കിയതാ. കുറെ പീഡിപ്പിക്കാൻ നോക്കിയതാ. പക്ഷെ ഓടേണ്ടി വന്നു. തമിഴ്നാട്ടുകാർ ഓടി അവിടുന്ന്. അമ്മമാരുടെ വേലയൊന്നും എന്നെ അറിയില്ല. അമ്മമാരുടെ വേല അവന്റെ വേല കുറെ നടത്താൻ നോക്കി. അവിടുന്ന് ഓടി. പക്ഷെ അവിടുന്ന് ഓടിയാൻ ഇതുപോലെ നോക്കിയതാ കുറെ. ഏതാന്ന് ഈ കേട്ടത് തമിഴനൊക്കെ ഇങ്ങനെ നടക്കുക. സ്വത്തുള്ള പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നടക്കുക. സ്വത്തുള്ള പെണ്ണുങ്ങളെല്ലാം കയറി പിടിക്കുക. പല വേലകളാ. 1 ഏക്കർ 46 സെന്റ് സ്ഥലം അടിച്ചെടുക്കാൻ ഇങ്ങനെ നടക്കുക. കുറെ അവന്മാരും ഒഴുമാരും 1 ഏക്കർ 46 സ്ഥലവും വീടും പിടിച്ചെടുക്കാൻ നടക്കുക. കഥകളും ഉണ്ടാക്കി. സ്വത്ത് തികയുന്നില്ലെന്ന് ചിലവന്മാർക്ക്. സ്വത്തങ്ങോട്ട് തികയുന്നില്ല പോലും. അമ്മമാർക്ക് ഒത്തിരി വേണമെന്ന് നടക്കുക. ദർദാറടിക്കാൻ ഇങ്ങനെ കാവേ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ ദർദാറിന് കാശ് തികയുന്നില്ലെന്ന്. ദർദാറുമായിട്ട് നടക്കുക. പല പല കഥകളാണ്. നമ്മളിപ്പോ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ വിളിച്ചാൽ ആരാണ്ടേ വിളിക്കുക. അല്ലാതെ കറണ്ട് കളത്തിലാ ജോലി. കറണ്ട് കളത്തില് ആഴ്ചക്ക് 40 വട്ടം കറണ്ട് പോകും. അവിടെ ക്യാമറ കട്ട് ചെയ്ത് വെക്കുക. ഭയങ്കര രോഗമാ. ക്യാമറ കട്ട് ചെയ്ത് 9 മണി കഴിയുമ്പോൾ ആരാണ്ട് ഇങ്ങോട്ട് വരുന്നതിനിങ്ങനെ അതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെഗുലറായിട്ട് കട്ട് ചെയ്യുക. ഭയങ്കര വേലകൾ. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നത് ആരാണ്ട് ഇങ്ങോട്ട് വരുന്നു പോലും. ആരാന്നറിയത്തില്ല. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നെന്ന്. അവിടെ എവിടെയും കയറിയുന്നെങ്കിൽ അവിടെ ഉണ്ടാക്കലാ. ഇവിടെ ആരും വരുന്നില്ലല്ലോ. ചിലരുടെ മനസ്സിലായി ഇവിടെ ആരും വരുന്നില്ലല്ലോ. ഇവിടെ ആരും. അതുകൊണ്ട് എന്റെ പേര് കണ്ണടമൊക്കെ എടുക്കണോ? എന്റെ പേര് കണ്ണടമൊക്കെ എടുത്ത് ഇതാക്കണോ? അങ്ങനൊന്നും വേണ്ട. ഇവിടെ ആരും വരുന്നില്ല. എങ്ങും എന്റെ പേരിൽ ആരും വരുന്നില്ല. അങ്ങനെ മതി. ഞാൻ പലർത്തില്ല. ഞാൻ സഹകരണത്തിലായിരിക്കുന്നത്. ഞാൻ കണ്ണടം കഴിഞ്ഞൊന്നും കഥയൊന്നും ആരും ഒരാളും ഉണ്ടാക്കണ്ട. ഒരാളും ഉണ്ടാക്കണ്ട. കുറെ കഥ ഉണ്ടാക്കിയതാ. കഥയുണ്ടാക്കല് കഥയൊക്കെ വേറെ ആളോടൊപ്പം ഉണ്ടാക്കും. കേട്ട കേടുമ്പെല്ലാം എന്റെ പെണ്ണുപിള്ളക്ക് നല്ല സുബ്രഹ്മണ്യന്റെ പെണ്ണുപിള്ളക്ക് നല്ല വശമാ കഥയുണ്ടാക്കാൻ. അവിടെ കുറെ ഇങ്ങനെ പണ്ട് നടന്നതാ. പണ്ട് കുറെ ആണുങ്ങളെ കൂടെ നടന്നതാ. കുറെ ഗർഭമൊക്കെ ധരിച്ച് ഗർഭക്കഥ ഉണ്ടാക്കല അവിടെ ജോലി. ഗർഭക്കഥ പണ്ട് അവന്റെ അവിടെ മോനെ ഇങ്ങനെ പാതിരാത്രിക്ക് വിടുകയായിരുന്നു. പാതിരാത്രിക്ക് എന്റെ വീടിന്റെ മുന്നിൽ കൂടെ കിടന്ന് അവന്റെ വയ്യെ ആളുകളെ വിട്ടേച്ച് അവരെ കഥയുണ്ടാക്കുക. എന്റെ വീട്ടിലാവും വരുന്നെന്ന്. ആ വയ്യെ കൂടെ പോയ പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാവുമല്ലോ. അവരുടെ കഥകളാ. തോന്നിയാത്ത കഥ ഞാൻ എടുപ്പിക്കുന്നുണ്ട്. 2020 ഒക്ടോബറിലായി സംഭവം. ഒക്ടോബറിലാ എടുപ്പിക്കുന്നുണ്ട് ഞാനെല്ലാം. ഒക്ടോബറിലെ സെപ്റ്റംബറിലെയൊക്കെ കഥകൾ ഞാൻ എടുപ്പിക്കാൻ. നിന്റെയൊക്കെ കഥകൾ അതിങ്ങനെ വന്ന് നിൽക്കാൻ. നമ്മള് മുറ്റം തൂക്കാൻ ഇറങ്ങുമ്പോ അവൻ ചാടി വന്നിങ്ങനെ മകളെ ചാടി നിൽക്കാൻ. എന്റെ ആരാണ്ടാന്ന് ഇങ്ങനെ കാണിക്കാൻ. അപ്പൊ നമ്മളിങ്ങ് ഓടിഞ്ഞു പോരും. അവൻ നാളെ വന്നിങ്ങനെ നിൽക്കുക. അയ്യോ അവനിങ്ങനെ നമ്മൾ തൂക്കുമ്പോ അവനിങ്ങനെ വന്ന് നിൽക്കുകയാണെന്ന്. പൊന്നച്ച കഥകളാ. എന്തെല്ലാം കഥയാ. അതിന്റെ കഥ എങ്ങാണ്ട് തെമ്മാടി കഥ. അവന്റെ നാടകാരികളുടെ കഥ. നാണവമാനം ഇല്ലാത്ത കഥയുണ്ടാക്കുമായിരുന്നു അവിടെ കഥകൾ. നാറിക്കഥ ഞാൻ ഉണ്ടാക്കിക്കാനില്ല കഥകൾ.
ഞാൻ ഉണ്ടാക്കിക്കാൻ കഥ. പെണ്ണുങ്ങളെ കുറിച്ച് കഥ ഉണ്ടാക്കുന്നു. പെണ്ണുങ്ങൾ അവരുടെ ഈ അടുക്കള വേറെ എവിടെയാണ്, ഭയങ്കര കഥകളാ. ഈ അടുക്കള സഹദേവന്ദ്രല്ല വേറെ എങ്ങാണ്ടാണ്. എന്തെല്ലാം കഥകൾ കേൾക്കണം. പിന്നെ അടിച്ചങ്ങ് വീർപ്പിക്കും ഇങ്ങനെ ഇത്രേ. നമ്മുടെ ചേന മാത്രമില്ല, അടിച്ചങ്ങ് വീർപ്പിക്കുക. ബ്ലോട്ടിംഗ് ഗ്യാസ്, വയറും നെഞ്ചും എല്ലാം കൂടെ വീർപ്പിച്ച് വെക്കലാ ജോലി. പല ഇത് ആൾമാറാട്ടം. ഒരു തുമ്പി എന്ന് പറയുന്ന വൃന്ദ, അവളിങ്ങനെ വരികയായിരുന്നു വഴിക്കുളത്തിന്റെ അവിടെ ഒരു K29G1222 എന്ന് പറഞ്ഞൊരു ബൈക്കുകാരനെ വെച്ചോണ്ടിരിപ്പായിരുന്നു അവളെ ജോലി. എന്നിട്ട് കഥ ഞാൻ വെച്ചോണ്ടിരിക്കുന്നു. ഇങ്ങനെ കഥകളാ അവളുടെ. രാവിലെയും എത്തുവോള് കഥയ്ക്ക്. നമ്മുടെ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചോണ്ടെങ്കിൽ കഥയാ. ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചോണ്ട് കഥയ്ക്കുക. നമ്മുടെ ക്യാമറ എഡിറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ പല വേലകളാ. എഡിറ്റ് ചെയ്യുക കഥ. ക്യാമറ എഡിറ്റിങ്. അത് എന്താ എഡിറ്റിങ് ആണ് നീ നടത്തുന്നത്? നാട്ടുകാരാണോടി എനിക്ക് ആണുങ്ങളെ ഉണ്ടാക്കുന്നത്? നാട്ടുകാരാണോടി എനിക്ക് ആണുങ്ങളെ ഉണ്ടാക്കുന്നത്? എനിക്ക് പ്രായമുണ്ട് കേട്ടോ. കണ്ടോളുമാരൊന്നും ഉണ്ടാക്കില്ല ആണുങ്ങളെയൊന്നും. എനിക്ക് പ്രായമുണ്ട്. കൂടുതലൊന്നും ഇങ്ങോട്ട് കയറി പഠിക്കേണ്ട അവനവനും എടുപ്പിക്കാറില്ല. സമയം സുന്ദുലയിലൊക്കെ രോഗങ്ങൾ തീർത്തു കൊടുക്കാം. സന്തുലയിലെയും ജോസ്കോയിലെ എല്ലാം രോഗം ഇതിലേക്ക് കഥകൾ ഞാൻ എടുപ്പിക്കുന്നുണ്ട് എല്ലായിടത്തുനിന്നും. കഥകളൊക്കെ ഞാൻ കോടതി കൊടുക്കാം. കഥകളൊക്കെ അന്ന് വന്നാൽ മതി പറയാൻ കഥ. ബാക്കി അവിടെ പറയിപ്പിക്കാൻ കഥയൊക്കെ കേട്ടോ. നിന്റെ മോനെ ഞാൻ വരുത്തിക്കാം. നിന്റെ മോനെ ഞാൻ ശരിയാക്കാൻ വരുന്നത്. നിന്റെ മോന്റെ ചെറുക്കുട്ടി ഞാൻ അവിടെ വെച്ച് അടിച്ച് പഠിക്കും. ഞാൻ നിന്റെ മോന്റെ ചെറുക്കുട്ടി നീ കഥ പറയുന്നു. നിന്റെ മോനുമെല്ലാം നിന്റെ മോന്റെ കഥയൊക്കെ ഞാൻ ശരിക്കും ആക്കി തരാം. നിന്റെ മോന്റെ കഥയൊക്കെ നിന്റെ കഥകളൊക്കെ ഞാൻ റെഡിയാക്കി തരാം. പെണ്ണുങ്ങളെ കുറിച്ച് കഥ പറയുന്നത് കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ കഥയുണ്ടാക്കി നടക്കുക കണ്ട ആണുങ്ങളെ കുറിച്ചെല്ലാം. കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുക. ഹണി ട്രാപ്പുകാരികൾ. ആണുങ്ങളെല്ലാം അറിയാമല്ല. അതുപോലെ പെണ്ണുങ്ങളെ കുറിച്ചും ആപ്പിലാക്കുന്ന ആണുങ്ങളും ഉണ്ട്. ഇതുപോലെ കുറെ ഹണി ട്രാപ്പുകൾ. ആണുങ്ങളും കുറെ ഹണി ട്രാപ്പുകളിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുക. അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം വടകി പിടിച്ച് കൊന്നു കൊല പിടിച്ചേച്ച് കാറ്റുമായിട്ട് നടക്കുക. വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച്. പിന്നെ ഇവിടെ ഒന്നും വെക്കത്തില്ല. ദൂരെ കൊണ്ടുപോയ വീടും സ്ഥലമൊക്കെ വെക്കത്തുള്ളൂ. പള്ളികളായതുകൊണ്ട് ഇവിടെ ഒന്നും വെക്കത്തില്ല. ദൂരെ കൊണ്ട് വെക്കത്തുള്ളൂ. നാട്ടുകാർ അറിയാവുന്നതേ ജീവിക്കത്തുള്ളൂ. അവിടെ ആരാണ് ചെല്ലുന്നതെന്ന് അറിയാതിരിക്കാൻ. ഇങ്ങനെ ചേട്ടന്മാരും ചേട്ടത്തിയൊക്കെ പോകുന്നത് അറിയാതിരിക്കാൻ ഇങ്ങനെ ദൂരെ ഉള്ളിടത്തെ ഇവന്മാർ പോകുന്നുള്ളൂ. അങ്ങനെയൊക്കെ വലിയ വലിയ കഥകളാണ് ഒരുപാട്. നാട്ടുകാർക്ക് ഇപ്പൊ അറിയാം ഇങ്ങനത്തെ കഥകളൊക്കെ നടക്കുന്നത്. ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയാണ് നമ്മളെ കൊല്ലുന്നത്, വളരെടുക്കുന്നത്. ഒറ്റയ്ക്കാക്കി കൊല്ലാൻ കുറെ നോക്കി. 2019-20 ഇങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് കഥ പറഞ്ഞ്. ഫിനാൻഷ്യൽ ക്രൈസിസ് പോലും അപ്പൊ അങ്ങനെ കുറെ കൊലയൊക്കെ ഉണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകളാ. ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക ബാധ്യത കഥകള്. സാമ്പത്തിക ബാധ്യത പോലും കഥകളാ. ഇവന്റെയൊക്കെ കഥയാ സാമ്പത്തിക ബാധ്യത. അത് കാരണം നമ്മൾ കെട്ടിത്തൂങ്ങിയത് കൊന്ന് കെട്ടിത്തൂക്കിയെന്ന് പറയുന്നതാണ്. അങ്ങനെ കെട്ടിത്തൂങ്ങി സാമ്പത്തിക ബാധ്യത കാരണം കെട്ടിത്തൂങ്ങി. അങ്ങനെയൊക്കെയാ കഥ. എന്റെ 66 പവനാണ് തരാനുള്ള. 66 പവനാ തെമ്മാടി. എന്റെ 66 പവനാണ് അവൻ തരാനുള്ളത്. ബിജൂസി എന്ന് പറയുന്നവൻ 66 പവൻ. എന്റെ 66 പവനാണ് തരാനുള്ളത്. നടക്കുക അവൻ. ബിജൂസി എന്ത് ചെയ്യേ? നീ ആരാടാ എന്നോട് ചോദിക്കാൻ? സുബ്രഹ്മണ്യനെ അറിയാം. ബിജൂസി എന്ത് ചെയ്യുന്നു? നിന്റെ ആരാടാ ബിജൂസി? ബിജൂസിയെ തിരക്കുന്ന നീ ആരാടാ? എന്റെ കാര്യം തിരക്കാം. നീ ആരാ? എങ്ങോട്ട് വന്ന കാണിയാ? നീ ആരാടാ? നീ സർപ്പകോലിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ അവിടെ ഭരിച്ചാൽ മതി. സഭയമനത്തിൽ കയറി ഭരിക്കണ്ട ഒരവനും ഒരു നാട്ടുകാരും കേട്ടോ. കൂടുതൽ പറഞ്ഞൊന്നും വേണ്ട. അവിടെ ഒരവന്റെ നാട്ടുകാർ ഭരിക്കാൻ ഇങ്ങനെ കയറി ഇരിക്കുക. SNDP-ക്കകത്ത് വന്ന് അവിടെ എവിടെയൊക്കെ ഒത്തിരി SNDP ഉണ്ട്. എങ്ങും ഇല്ല ഇങ്ങനെ ഇരിക്കുന്നവന്മാര്. ഇങ്ങനെ ഇരിക്കുക കുറെ SNDP-കാരന്മാര് കയറി മേസറായിട്ട് ഇരിക്കുക. മേസർ ബിജൂപി പോലും